എൻട്രി പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തത് 2020 നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇലക്ട്രിക്കൽ വീഡിയോ എന്ന് പറയുന്നത് അതായിരുന്നു. അന്ന് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു നോട്ടിഫിക്കേഷൻ വരെയും അതിന് പിന്നീട് തുടർച്ചയായിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരാമെന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ കാണുന്നത്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 96/2025 എന്ന് പറയുന്ന നമ്പറിലാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു മാലപ്പടക്കം പോലെ ഒരുപാട് എക്സാംസ് ആയിരുന്നു ആ സമയത്ത് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ജേണി അറിയുന്ന ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യം എൻട്രിയോടൊപ്പം ആ ജേണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ ഇന്ന് ഓൾറെഡി സർവീസിൽ എത്തിയിട്ടുള്ള, ഇന്ന് ഓൾറെഡി സബ് എഞ്ചിനീയേഴ്സായിട്ടും ഇൻസ്പെക്ടറായിട്ടും ലെക്ചർ ഇൻ പോളിടെക്നിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എൻട്രിയുടെ ഒരു സെറ്റ് ഓഫ് ഉദ്യോഗാർത്ഥികൾ വന്ന് തുടങ്ങിയത് ഈ ഒരു എക്സാമിൽ തുടങ്ങിയ ആളുകളാണ്. അന്ന് ഈ എക്സാമിന് വേണ്ടിയിട്ട് എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പിന്നീട് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ അവർക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, അവർക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും ട്രമെൻറ്റസ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റാണ് അവർ ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് തുടക്കം കുറിച്ച ആളെന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പോസ്റ്റാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഏറ്റവും ബെറ്റർ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് എന്താ പറയാവുന്നതാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, പിന്നെ KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക്, അതൊക്കെ പറയാം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ. ഇതൊക്കെയാണ് പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗസറ്റഡ് റാങ്കിൽ ഇലക്ട്രിക്കൽ എന്താ പറയുക, ഇലക്ട്രിക്കലിൻ്റെ ഒരു നമ്മൾ പഠിച്ച തിയറി ഉണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിക്കൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്ത് ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്തെല്ലാം കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക് ഡ്യൂട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ഈ ചാനൽ ഓൾറെഡി ഇൻസ്പെക്ടറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഈ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഏറ്റവും അധികം എന്താ പറയുക ഇൻസ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ്. അതായത് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 96/2025 ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് കേട്ടോ, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. അതിൽ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഇതിൽ സാലറി സ്കെയിൽ ഓഫ് പേയിൽ വലിയൊരു ചേഞ്ചാണ് സംഭവിച്ചിരിക്കുന്നത്. 55,200 മുതൽ 1,15,300 എന്ന് പറയുന്ന ഒരു ബിഗ് എന്താ പറയുക ഹൈക്ക് തന്നെയാണ് സാലറിയിൽ ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സാലറി 39,500 മുതൽ 83,000 വരെയായിരുന്നു സാലറി ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന 55,200 മുതൽ 1,15,000, അതായത് ഈ ഒരു 55,200 എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 16,000 രൂപ തന്നെയാണ് അവിടെ വ്യത്യാസം വന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സാലറി തന്നെ. ഇലക്ട്രിക്കൽ കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുക BTechൻ്റെ ഡിഗ്രി കിട്ടിയതിന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയിൽ ഒരുപക്ഷെ നിങ്ങളൊരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 75,000 മുകളിലായിരിക്കും അല്ലേ. അത്രയും മികച്ചൊരു സാലറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എന്താണ് ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലേ. AC, അതേപോലെ തന്നെ ഫ്രിഡ്ജ്, അതേപോലെ തന്നെ ഫാൻ, ലൈറ്റ്സുകൾ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ അല്ല ഒരു വലിയ ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലുലു മാൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ലുലു മാൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് നടക്കുന്നുണ്ടാവും അല്ലേ. ഒരുപാട് എന്താ പറയുക പല തരത്തിലുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസുകൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കാനും അത് തെറ്റാണെങ്കിൽ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും അതിന് അപ്രൂവൽ റിജക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള വലിയൊരു അധികാരമാണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിൽ നടത്തിയതിന് ശേഷം ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഫർദർ ആയിട്ട് ഇനി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള
വർക്ക് പെർമിറ്റ് അവിടെ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ സൈനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ സൈൻ എന്ന് പറയുന്നത് പല പ്രൊജക്റ്റുകളിലും ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഇടുന്ന സൈൻ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ബിഗ് വാല്യുബിൾ പോസ്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പക്ക ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുക. നമ്മൾ പലപ്പോഴും പല ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നോക്കുകയാണെങ്കിൽ വേറെ പല ഫീൽഡിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ ഇത് പ്യുവർലി നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പോലീസ് ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല. എല്ലാ സമയത്തും ഡ്യൂട്ടിയൊക്കെ വരും. ഇതങ്ങനെയൊന്നല്ല. ഇതൊരു പക്ക എന്താ പറയുക ആഴ്ചയിൽ 5 ദിവസം വരുന്ന രീതിയിൽ തന്നെയാണ് വർക്കുകൾ സാധാരണ രീതിയിൽ വരാറുള്ളത്. അതേപോലെ നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡാണ് പറയുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കണ്ടാൽ കുറേ ആളുകൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ചിന്താഗതി നിങ്ങൾ മാറ്റി വെക്കണം. കാരണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസീസ് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അതിനർത്ഥം വേക്കൻസി കുറവാണ് എന്ന് ചിന്തിക്കേണ്ട. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു എക്സാം അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതിൽ ഇപ്പോൾ തന്നെ നിലവിൽ 35 ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ KCB സബ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് 6 വേക്കൻസി എന്ന് അവർ പറഞ്ഞത്. നോക്കണേ, KCBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ വേക്കൻസി അത് 6 അത് കണ്ട് പല ആളുകളും അപ്ലൈ ചെയ്തിട്ടില്ല. നിലവിൽ KCBയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ 225 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 6 പോസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ട് KCBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 225 പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ KCBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ലാസ്റ്റിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അതിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ വഴിയുള്ള അതും സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് പൊസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ മസ്റ്റ് പൊസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എന്താണ് ഒരു BTech അല്ലെങ്കിൽ BE ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങളുടെ പരമാവധി ഇലക്ട്രിക്കൽ കഴിഞ്ഞ മുഴുവൻ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ എത്രത്തോളം ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അപ്ലൈ ചെയ്യാൻ ആരും മറന്നു വേണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/7 അടുത്ത മാസമാണ്. അപ്പോൾ ഇനി പുതിയ ആളുകളാണെങ്കിൽ ജസ്റ്റ് BTech കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, 1 ടൈം രജിസ്ട്രേഷൻ ഒന്നും പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തീകരിക്കുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാറ്റഗറി നമ്പർ 96/2025 പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ PSC പരീക്ഷകളിൽ ഒന്നായിരിക്കുമല്ലേ ഇത്. അങ്ങനെ നോക്കുമ്പോൾ അതേ എക്സാം തന്നെ നേടിയെടുക്കാനുള്ള ആ ഒരു എന്താ പറയുക ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വന്നിരിക്കുന്നത് ബ്രോട്ട് ഇൻ ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം 3/8/2023 ആണ്. അപ്പോൾ 2023 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് സ്വാഭാവികമായിട്ടും 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2026 വരെ വേണ്ടേ. എന്നാൽ 2026 മുന്നേ ഇപ്പോൾ 2025 വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൽ ഇനിയും അഡ്വൈസുകൾ, അതായത് 2026 ശേഷം ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും കേരള PSC ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ടാകുക അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പിനെസ് ഉള്ള റാങ്ക് ലിസ്റ്റാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ 4ാം റാങ്കുള്ള ആളും 5ാം റാങ്കുള്ള ആളും അതേപോലെ തന്നെ ടോപ്പ് 20ൽ 7ഓളം ആളുകൾ എൻട്രിയുടെ തന്നെ പ്ലാറ്റ്ഫോമിലൂടെ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിനും എൻട്രി ടീമിനും ഒരു അഭിമാനം തന്നെയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് എത്ര വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 64.57 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 64.57 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നല്ലൊരു പോസ്റ്റ് ആകുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. എക്സ്ട്രീമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ പോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്താ പറയുക എക്സ്ട്രീം ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇപ്പം നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൽ 35 അഡ്വൈസുകൾ പോയിട്ടുണ്ട്.
നോക്കണേ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ വേക്കൻസി കുറവാന്ന് വിചാരിച്ച് പഠിക്കാതിരുന്ന ആളുകളുണ്ട്. അവരിത് കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണേണ്ടതാണ്. ഇപ്പം തന്നെ 35 അഡ്വൈസ് പോയിട്ടുണ്ട്, ഇനി ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. എന്തായാലും വേക്കൻസീസ് കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഡ്വൈസുകളുടെ എണ്ണം ഒരു പക്ഷേ 50 60 ഒക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ നമുക്ക് എൻട്രിയിൽ വന്നിട്ടുള്ള റിസൾട്ടുകളാണ്. എല്ലാവരും റിസൾട്ടുകൾ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല. എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ നമ്മളെ അഭിമാനം എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാമിൽ 4th റാങ്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ, അതേ ആക്കാൻ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 3rd റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ 20 റാങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 7ഓളം റാങ്കുകൾ വന്നിട്ടുണ്ട്. അതേപോലെ 5ാം റാങ്ക് നമ്മുടെ തന്നെ ഫാക്കൽറ്റി ആയിട്ടുള്ള അരവിന്ദ് സാറിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രൗഡായിട്ടുള്ള മൊമെൻറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻസ്പെക്ടർ എക്സാമിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എൻട്രിയുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, എൻട്രിയിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഈ ബാച്ച് അനൗൺസ് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഒരു 2 വീക്സിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ ഫസ്റ്റ് ബാച്ച്, ആ ഫസ്റ്റ് ബാച്ചിൽ നിന്നാണ് ഭൂരിഭാഗം റിസൾട്ടുകളും വന്നത് എന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരുന്നു. കഴിഞ്ഞ ഒരു എന്താ പറയുക, എല്ലാവരും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലല്ല കേട്ടോ കയറിയിട്ടുള്ളത്. അന്ന് എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങിയ ആളുകളിൽ ആദ്യത്തെ എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. പിന്നീട് എക്സാംസ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് എക്സാംസ് ആയിരുന്നു. ഇതിനുശേഷം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നു, അതിനുശേഷം KCB സബ് എഞ്ചിനീയർ വന്നു, ലെക്ചർ ഇൻ പോളിടെക്നിക് വന്നു, അതിനുശേഷം KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നു, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു എന്ന് തുടങ്ങിയ എക്സാംസുകളുടെ ഒരു ചാകര തന്നെയായിരുന്നു ആ സമയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സോ അന്ന് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളിൽ ചില ആളുകൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്തു, ചില ആളുകൾ അതിനുശേഷം വന്ന സബ് എഞ്ചിനീയറാണ് ക്ലിയർ ചെയ്തത്, ചില ആളുകൾ KCB അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ക്ലിയർ ചെയ്തത്. അതായത് ഈ എക്സാം ജേണിയിൽ ഒരു പക്ഷേ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന എക്സാം ഇതാണെങ്കിലും ഇതോടുകൂടി എക്സാംസുകൾ എൻഡ് ചെയ്യല്ല, ഇനിയും എക്സാംസുകൾ വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളടുത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്, ഇതേ സിലബസിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ അതേ സിലബസിൽ വരുന്ന KCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും അഡ്വൈസ് വരാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആവും. 3 വർഷത്തിന് മുന്നേ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആയിട്ട് വീണ്ടും ഒരു എക്സാം നടന്നാലും അത്ഭുതപ്പെടാനില്ല. ബിക്കോസ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾ, 300ഓളം ആളുകൾ മാത്രമാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ 400-ലധികം ഒഴിവുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. 225 സംതിങ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു പക്ഷേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഈ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും ആ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ തന്നെ, അതിന് മുന്നേ തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയാൽ ഉറപ്പായിട്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവരായിരിക്കും ഇനി വരാൻ പോകുന്ന മറ്റനേകം എക്സാംസുകളിൽ, ഇനി വരാൻ പോകുന്ന എല്ലാ ഇലക്ട്രിക്കൽ പരീക്ഷകളിലും ഏറ്റവും മുൻപന്തിയിൽ വരാൻ പോകുന്നത്. ബിക്കോസ് അവർ തുടക്കം മുതലേ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റിയിൽ റെക്കോർഡ് ഡിജിറ്റൽ ക്ലാസ്സുകൾ മാത്രം, ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്ത ക്ലാസ്സുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സുകൾ, ഇതെല്ലാം ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക സിലബസ് വീഡിയോസുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. കാര്യം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ, കഴിഞ്ഞ എക്സാമിൽ ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതേ ക്ലാസ്സുകളാണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ നോട്ട്സുകൾ, അതിൻ്റെ റിവിഷൻ, അതിൻ്റെ മോക്ക് ടെസ്റ്റ് എല്ലാം ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് ഏറ്റവും മികച്ച രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ചിൽ എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനുമാണ് ഈ എക്സാം നിങ്ങൾ നേടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പോസ്റ്റിൽ അടുത്തൊരു വർഷത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.